നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ ഒരു കറൻസി പെയർ അതായത് ഇപ്പം BTC/USDT ചാർട്ട് എടുത്തിട്ട് അതിലെങ്ങനെ സപ്പോർട്ട് വരക്കാം, എങ്ങനെ റെസിസ്റ്റൻസ് വരക്കാം. ഫോർ എക്സാമ്പിൾ ഇതൊരു റെസിസ്റ്റൻസ് ട്രെൻഡ് ലൈൻ ആണ് നമ്മൾ പഠിച്ചു. ഈ ബോട്ടമിൽ കാണുന്ന ഇതൊരു സപ്പോർട്ട് ട്രെൻഡ് ലൈൻ ആണ് നമ്മൾ പഠിച്ചു. ഇതേപോലെ ബ്രേക്ക് ഔട്ട് എന്താണെന്ന് നമ്മൾ പഠിച്ചു. പക്ഷെ ഇപ്പം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഒരു കാര്യം മെൻഷൻ ചെയ്തായിരുന്നു. നമ്മൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു റെസിസ്റ്റൻസ് ലെവൽ ഡ്രോ ചെയ്യുവാണെങ്കിൽ ഇപ്പോൾ ഇവിടെ ഒരു റെസിസ്റ്റൻസ് ആയി വീണ്ടും ബൗൺസ് ആയി നമുക്കറിയാം ഇവിടെ റെസിസ്റ്റൻസ് ലെവലിൽ ആരോ സെൽ ചെയ്യുന്നുണ്ടെന്ന് മാത്രമേ നമുക്കറിയുള്ളൂ. ഇവിടെ ഒരാൾ സെൽ ചെയ്യുന്നുണ്ട്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത് ഇത് ചിലപ്പം രാജു ആയിരിക്കും എല്ലാ പ്രാവശ്യവും ഈ ഒരു ലെവലിൽ വരുമ്പോൾ. ഫോർ എക്സാമ്പിൾ ഈ ലെവൽ ഒരു 100 രൂപയാണെന്ന് വിചാരിക്കാം. 100 രൂപയിൽ വരുമ്പം എല്ലാ ടൈമും രാജു 100 രൂപയിൽ സെൽ ചെയ്തുകൊണ്ടിരിക്കുക. സോ ഇത് ശരിക്കും രാജു അല്ല എന്നുള്ള കാര്യം വളരെ ഓബ്വിയസാണ്. അപ്പം ശരിക്കും ആരാണ് അവിടെ സെൽ ചെയ്യുന്നത്, ആരാണ് റെസിസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്യുന്നത്, ആരാണ് സപ്പോർട്ട് ക്രിയേറ്റ് ചെയ്യുന്നത്, ആരാണ് ബ്രേക്ക് ഔട്ട് ക്രിയേറ്റ് ചെയ്യുന്നത് നല്ല നമുക്ക് മനസ്സിലാക്കണം. എസെൻഷ്യലി നിങ്ങൾ ഈ ചാർട്ടിൽ കാണുന്ന എല്ലാ ക്യാൻഡിലും ക്രിയേറ്റ് ചെയ്തേക്കുന്നത് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്, റൈറ്റ്? ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. അതായത് മാർക്കറ്റിൽ മെയിൻലി 2 മാർക്കറ്റ് പാർട്ടിസിപ്പൻസ് ഉള്ളത് നമുക്കറിയാം. റീറ്റെയിൽ ട്രേഡേഴ്സ് ഉണ്ട്, ഇൻസ്റ്റിറ്റ്യൂഷണൽ ട്രേഡേഴ്സ് ഉണ്ട്, ഇൻവെസ്റ്റേഴ്സ് ഉണ്ട്. നമ്മൾ റീറ്റെയിൽ ട്രേഡേഴ്സ് ആണ്, നമ്മൾ ഓൾറെഡി ആദ്യത്തെ വീഡിയോയിൽ എസ്റ്റാബ്ലിഷ് ചെയ്തു. പിന്നെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറഞ്ഞാൽ വലിയ വലിയ ബാങ്ക്സും വലിയ വലിയ ഇൻസ്റ്റിറ്റ്യൂഷൻസും ഇവരാണ് എസെൻഷ്യലി എല്ലാ ക്യാൻഡിലും ഈ ചാർട്ടിൽ നിങ്ങൾ BTC/USDT ചാർട്ടിൽ കാണുന്ന എല്ലാ ക്യാൻഡിലും ക്രിയേറ്റ് ചെയ്തേക്കുന്നത് ഏതോ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്. കാരണം അത്രക്കും പൈസ ഉണ്ടെങ്കിൽ മാത്രമേ ബിറ്റ്കോയിൻ്റെ ചാർട്ട് നമുക്ക് മുകളിലേക്കും താഴേക്കും മൂവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ രാജു അല്ല റെസിസ്റ്റൻസ് ഉണ്ടാക്കുന്നത്, രാജു അല്ല സപ്പോർട്ട് ഉണ്ടാക്കുന്നത്, ഏതോ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്. അപ്പം എങ്ങനെയാണ് ഈ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കുന്നതെന്ന് അറിയണമെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ഇൻഡെപ്ത് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ആദ്യമായിട്ട് അറിയേണ്ട ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എങ്ങനെയാണ് ട്രേഡ് ചെയ്യുന്നത്. അതായത് ഇൻസ്റ്റിറ്റ്യൂഷൻ നമ്മളെ പോലെ ഇതേപോലെ കോയിൻ സ്വിച്ചിൽ ഒരു അക്കൗണ്ട് തുടങ്ങി ബൈ ബട്ടൺ ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് ഇങ്ങനെ 2 ബിറ്റ്കോയിൻ അല്ലെങ്കിൽ 3 ബിറ്റ്കോയിൻ എന്നിട്ട് അവർ ബൈ ചെയ്യുകയാണോ ചെയ്യുന്നത്? അല്ല. സോ ഇതേപോലെ നമ്മൾ ഈ സിനിമയിലെല്ലാം കാണുന്ന പോലെ വൂൾഫ് ഓഫ് വാൾ സ്ട്രീറ്റിലൊക്കെ കാണുന്ന പോലെ ഒരു വലിയൊരു ട്രേഡിംഗ് ഹാൾ ഉണ്ടാവും. ആ ഹാൾ കുറേ അധികം ആൾക്കാർ ഇങ്ങനെ കോൾ ചെയ്തുകൊണ്ട് അത് ബൈ ഇത് സെൽ അങ്ങനെയുള്ള ട്രേഡിംഗ് നടക്കുന്നത്. അങ്ങനെയല്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ മെജോറിറ്റി ഓഫ് ദ ട്രേഡിംഗും നടക്കുന്നത് ആൽഗരിതംസ് ത്രൂ ആണ്. നൗ ആൽഗരിതംസ് എന്ന് പറയുമ്പോൾ കുറേ അധികം ആൽഗരിതംസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഒരു എക്സാമ്പിൾ എടുക്കുവാണെങ്കിൽ ലെറ്റ്സ് സേ ഹൈ ഫ്രീക്വൻസി ട്രേഡിംഗ് ആൽഗരിതം. ഈ ഹൈ ഫ്രീക്വൻസി ട്രേഡിംഗ് ആൽഗരിതത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ ഈ ആൽഗരിതം വളരെ ഹൈ ഫ്രീക്വൻസി ലെഫ്റ്റ് റൈറ്റ് ആൻഡ് സെൻറ്റർ ബൈ സെൽ വളരെ ഹൈ ഫ്രീക്വൻസിയിൽ ബൈ ആൻഡ് സെൽ ഓർഡേഴ്സ് ഇങ്ങനെ പ്ലേസ് ചെയ്തുകൊണ്ടിരിക്കുക അറ്റ് എ വെരി ഹൈ ഫ്രീക്വൻസി. അതുകൊണ്ടാണ് ഈ ആൽഗരിതം നമ്മൾ ഹൈ ഫ്രീക്വൻസി ട്രേഡിംഗ് ആൽഗരിതം എന്ന് വിളിക്കുന്നത്. സോ എങ്ങനെയാണ് ശരിക്കും ഒരു ആൽഗരിതം വർക്ക് ചെയ്യുന്നത് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു സാധനമാണ്. ഫോർ എക്സാമ്പിൾ ലെറ്റ്സ് സേ ഞാൻ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണെന്ന് അസ്യൂം ചെയ്യാം. എൻ്റെ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ പേര് ഫോർ ദ ടൈം ബീയിങ് ലെറ്റ്സ് സേ എൻ്റെ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ പേര് A. സോ എൻ്റെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ കുറേ ഫിനാൻഷ്യൽ അനലിസ്റ്റ് കാണും. ഇവരൊക്കെ എന്നോട് പറഞ്ഞിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ അവരൊരു ഇൻസ്ട്രക്ഷൻ എനിക്ക് തരുവാണ്. ഇൻസ്ട്രക്ഷൻ എന്താണെന്ന് പറഞ്ഞാൽ എനിക്ക് അഗൈൻ എല്ലാം റഫ് നമ്പേഴ്സ് ആട്ടോ. 100 കോടി രൂപക്ക് എന്ത് ചെയ്യണം? എനിക്ക് ബിറ്റ്കോയിൻ ബൈ ചെയ്യണം. എവിടെയാണ് ബൈ ചെയ്യേണ്ടത്? അറ്റ് എ പ്രൈസ് റേഞ്ച് ബിറ്റ്വീൻ 100 and 120. ഇതാണ് എൻ്റെ ഇൻസ്ട്രക്ഷൻ. ഓക്കെ, എന്താണ് എൻ്റെ ഇൻസ്ട്രക്ഷൻ? എനിക്ക് 100 കോടി വർത്ത് ഓഫ് ബിറ്റ് കോയിൻ ബൈ ചെയ്യണം. എവിടെയാണ് ബൈ ചെയ്യേണ്ടത്? 100നും 120നും ഇടയിൽ എവിടെ വേണമെങ്കിലും ബൈ ചെയ്യാം. ഇതാണ് എനിക്ക് തന്ന ഇൻസ്ട്രക്ഷൻ. ഓക്കെ, അപ്പം ഈ ഇൻസ്ട്രക്ഷൻ എങ്ങനെയാണ് ഈ ഇൻസ്ട്രക്ഷൻ എനിക്ക് എങ്ങനെയെങ്കിലും ക്യാരി ഔട്ട് ചെയ്യണം. സോ അതിന് ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താ? ഞാൻ ഈ 100 കോടി എടുത്തിട്ട് ഞാൻ രാജുവിന് കൊടുക്കുമോ? ഇല്ല. ഞാൻ 100 കോടി രാജുവിന് കൊടുത്തിട്ട് പറയാം, രാജു ഇതേ 100 കോടി നീ ബിറ്റ് കോയിൻ ട്രേഡ് ചെയ്യ്. എല്ലാ പ്രൈസും 100നും 120നും ഇടയിൽ ഉണ്ടാകുമ്പോൾ ബിറ്റ് കോയിൻ ട്രേഡ് എന്ന് പറഞ്ഞാൽ രാജുവിന് പൈസ കൊടുക്കുമോ? ഇല്ല. സോ എന്താ ഉണ്ടാവുന്നത്? ഞാൻ ഈ 100 കോടി രൂപ ആൽഗരിതത്തിനാണ് ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നത്. ഞാൻ ഈ സെയിം ഇൻസ്ട്രക്ഷൻ എനിക്ക് തന്ന ഇൻസ്ട്രക്ഷൻ ഞാൻ എന്ത് ചെയ്യും? ഞാനത് ഒരു ആൽഗരിതത്തിന് പാസ് ഔട്ട് ചെയ്യും. ഞാൻ ഈ ആൽഗരിതത്തിൻ്റെ റെസ്പോൺസിബിലിറ്റി ആണ് ടു മേക്ക് ഷുവർ ദിസ് ഇൻസ്ട്രക്ഷൻ ഈസ് കംപ്ലീറ്റഡ്. സോ ഇപ്പം എങ്ങനെയാണ് ഇൻസ്ട്രക്ഷൻ കംപ്ലീറ്റ് ആണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, സോ അഗൈൻ ഇൻസ്ട്രക്ഷൻ എന്താ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ക്ലാരിറ്റി ഉണ്ടാവണം. 100 കോടി വർത്ത് ഓഫ് ബിറ്റ് കോയിൻ ബൈ ചെയ്യണം. എവിടെയാണ് ബൈ ചെയ്യേണ്ടത്? അറ്റ് എ പ്രൈസ് വിൻഡോ ബിറ്റ്വീൻ 100 and 120. നൗ ഇതിൽ ഞാനിപ്പോൾ ഒരു 2 ലെവൽ മാർക്ക് ചെയ്യണമെന്ന് വിചാരിച്ചോ. ഇപ്പം മുകളിലത്തെ ബാൻഡ് 120 രൂപ, താഴത്തെ ബാൻഡ് 100 രൂപ.
ഓക്കെ, ഞാൻ ചുമ്മാ മാർക്ക് ചെയ്തേക്കുന്ന രണ്ട് പ്രൈസ് ബാനാണ്, പ്രൈസ് ലെവലാണിത്. സോ ലെറ്റ്സ് സേ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത്, ബിറ്റ് കോയിൻ്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് 80 രൂപയ്ക്കാണെന്ന് അസ്യൂം ചെയ്യുക. ഒബ്വിയസ്ലി 80 രൂപയല്ല, നമുക്ക് ഓൾറെഡി അറിയാം ബിറ്റ് കോയിൻ എത്ര രൂപയാണ്, എത്ര ലക്ഷമാണെന്ന് നമുക്കറിയാം. സോ ലെറ്റ്സ് അസ്യൂം 80 രൂപയിലാണ് ബിറ്റ് കോയിൻ്റെ കറന്റ് മാർക്കറ്റ് പ്രൈസ് 80 രൂപയാണെന്ന് അസ്യൂം ചെയ്യാം. ഇപ്പം ഇങ്ങനെ പ്രൈസ് ഇങ്ങനെ മുകളിലേക്ക് പോവാ, താഴത്തേക്ക് പോവാ, ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ ആൽഗരിതം എന്തെങ്കിലും ബൈങ് നടക്കുന്നുണ്ടോ, ബൈങ് ചെയ്യുന്നുണ്ടോ? ഇപ്പം ഇല്ല. കാരണം ഇൻസ്ട്രക്ഷൻ 80 രൂപ to 100 വാങ്ങാനല്ല, ഇൻസ്ട്രക്ഷൻ 100-ൻ്റെയും 120-ൻ്റെയും ഇടയിൽ വാങ്ങാനാണ് ഇൻസ്ട്രക്ഷൻ. സോ പ്രൈസ് 100-ൻ്റെ താഴെ ഉള്ളിടത്തോളം കാലം ആൽഗരിതം ട്രേഡ്സ് ഒന്നും പ്ലേസ് ചെയ്യത്തില്ല, റൈറ്റ്? സോ ഇവിടെ ഇങ്ങനെ ട്രേഡിങ് നടക്കുന്നില്ല. 100 രൂപേൻ്റെ മുകളിൽ എപ്പോൾ പോകുന്നോ അപ്പം തൊട്ട് ആൽഗരിതം ആക്റ്റീവ് ആവും. ആൽഗരിതം എന്ത് ചെയ്യും? ബൈ ചെയ്യാൻ തുടങ്ങും. ബൈ ചെയ്യും. ഇങ്ങനെ ബൈ ചെയ്തുകൊണ്ടിരിക്കുക. എന്നിട്ട് 120-ൻ്റെ മുകളിൽ പോകുമ്പം ബൈയിങ് സ്റ്റോപ്പ് ആവും. കാരണം എന്താ? ഇൻസ്ട്രക്ഷനിൽ പറഞ്ഞേക്കുന്നത് ബൈ ബിറ്റ്വീൻ 100 and 120 എന്നാണ്. അപ്പം 120-ൻ്റെ മുകളിൽ പോകുമ്പം ബൈയിങ് സ്റ്റോപ്പ് ചെയ്യും. ഓക്കെ, സോ 120-ൻ്റെ മുകളിൽ പോയാൽ ആൽഗരിതം വീണ്ടും ഇനാക്റ്റീവ് ആവും, അവിടെ ബൈയിങ് നടക്കുന്നില്ല. എന്നിട്ട് വീണ്ടും ഇവിടെ ഇങ്ങനെ ട്രാൻസാക്ഷൻ ഇവിടെ ഇങ്ങനെ നടന്ന് ഇങ്ങനെ പ്രൈസ് മുകളിൽ പോയി താഴോട്ട് പോയി എന്നിട്ട് വീണ്ടും ഈ ബാൻഡിൻ്റെ ഇടയിലേക്ക് വരുമ്പം ആൽഗരിതം വീണ്ടും ആക്റ്റീവ് ആവും, വീണ്ടും ട്രാൻസാക്ഷൻസ് നടക്കാൻ തുടങ്ങും, വീണ്ടും ബൈയിങ് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങും. എന്നിട്ട് വീണ്ടും ബൈ ചെയ്യും. ലെറ്റ്സ് സേ ഇവിടെ എത്തുമ്പം അഗൈൻ 100 കോടിയാണ് എനിക്ക് വാങ്ങേണ്ടത്, 100 കോടി വർത്ത് ഓഫ് ബിറ്റ് കോയിൻ ആണ് എനിക്ക് വാങ്ങേണ്ടത്. സോ ലെറ്റ്സ് സേ ഇവിടെ എത്തിയപ്പം ഞാൻ 50 കോടിക്ക് വാങ്ങിയെന്ന് വിചാരിക്കാം. 50 crore വർത്ത് ഓഫ് ട്രാൻസാക്ഷൻസ് ഞാൻ കംപ്ലീറ്റ് ചെയ്തു. ഇനി അത് കഴിഞ്ഞിട്ട് വീണ്ടും പ്രൈസിങ്ങിൻ്റെ താഴത്തേക്ക് പോയി 100 രൂപയിൽ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എൻ്റെ ആൽഗരിതം പ്രൈസിന് 100 രൂപേൻ്റെ താഴത്തേക്ക് ഫോൾ ചെയ്യാൻ സമ്മതിക്കുമെന്ന്? ഇല്ല. കാരണം എനിക്ക് 100 കോടി വർത്ത് ഓഫ് ബിറ്റ് കോയിൻ ബൈ ചെയ്യണം. ഞാൻ 50 CR മാത്രമേ ബൈ ചെയ്തിട്ടുള്ളൂ. അപ്പം 100 കോടി കംപ്ലീറ്റ് ആവാത്തിടത്തോളം കാലം ഞാൻ എന്ത് ചെയ്യും? ഞാൻ ഇവിടെ ബൈ ചെയ്തുകൊണ്ടിരിക്കും, റൈറ്റ്? ഞാൻ ഈ 100 രൂപേൻ്റെ താഴെ പ്രൈസ് ഫോളോ ചെയ്യാൻ സമ്മതിക്കില്ല. കാരണം പ്രൈസ് ഫോളോ ചെയ്യാന്ന് പറഞ്ഞാൽ അഗ്രസീവ് സെൽ ഓർഡേഴ്സ് ഉണ്ടാവണം. എനിക്ക് ബൈ ചെയ്യാൻ എന്താ വേണ്ടത്? എനിക്ക് സെൽ ഓർഡേഴ്സാണ് വേണ്ടത്. അപ്പം ഞാൻ ആകെ എന്ത് ചെയ്യും? ഈ സെല്ലിങ് വരുമ്പോൾ ഞാൻ ആ സെല്ലിംഗ് ഒക്കെ അബ്സോർബ് ചെയ്യും, എന്നിട്ട് ഞാൻ അവിടെ ബൈ ചെയ്യും, റൈറ്റ്? ആരോ സെല് ചെയ്തുകൊണ്ടിരിക്കുക, ആരോ പ്രൈസ് ഇങ്ങനെ 100-ൻ്റെ താഴെ ഇങ്ങനെ പുഷ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. ഞാൻ എന്ത് ചെയ്യും? ആ പുഷ് ചെയ്യുന്ന ശ്രമമൊക്കെ ഞാൻ ഇരുന്ന് അബ്സോർബ് ചെയ്തുകൊണ്ടിരിക്കും. കാരണം എനിക്ക് ബൈ ചെയ്യണം, ഇനി 50 കോടി എനിക്ക് വാങ്ങാനുണ്ട്. സോ 100 രൂപയിൽ താഴെ പോകാൻ ഞാൻ സമ്മതിക്കത്തില്ല അൺടിൽ 100 കോടി ഞാൻ കംപ്ലീറ്റ് ആവുന്നത് വരെ. സോ പ്രൈസ് 100 ബ്രേക്ക് ചെയ്യാൻ ശ്രമിക്കും, പറ്റത്തില്ല. അപ്പം എന്ത് ചെയ്യും? പ്രൈസ് ബൗൺസ് ചെയ്യും. വീണ്ടും പ്രൈസ് താഴത്തേക്ക് പോകും, 100 ബ്രേക്ക് ചെയ്യാൻ ശ്രമിക്കും, ഞാൻ വീണ്ടും ബൈ ചെയ്യും. ലെറ്റ്സ് സേ ഞാൻ ഇൻസ്റ്റിറ്റ്യൂഷനാണ് അസ്യൂം ചെയ്യുക, ഇൻസ്റ്റിറ്റ്യൂഷൻ ബൈ ചെയ്യും, ആൽഗരിതം ബൈ ചെയ്യും, വീണ്ടും പ്രൈസ് മുകളിലേക്ക് പോകും, വീണ്ടും ട്രൈ ചെയ്യും, ബൗൺസ് ചെയ്യും, വീണ്ടും ട്രൈ ചെയ്യും, ബൗൺസ് ചെയ്യും. ഇവിടെ നിങ്ങൾക്കൊരു പാറ്റേൺ ഇപ്പോൾ കാണാൻ പറ്റും. ഇവിടെ ഇപ്പോൾ എസെൻഷ്യലി എന്താ നിങ്ങൾ കാണുന്നത്? ഇവിടെ എന്താ ക്രിയേറ്റ് ആയിരിക്കുന്നത്? ഇവിടെ ക്രിയേറ്റ് ആയിരിക്കുന്നത് ഒരു സപ്പോർട്ട് ലെവലാണ്. അപ്പം ഈ സപ്പോർട്ട് ലെവൽ ശരിക്കുണ്ടാക്കുന്നത് രാജുവാണോ ഈ 100 രൂപയിലിരുന്ന് ഓരോ പ്രാവശ്യം ബൈ ചെയ്യുന്നത്? അല്ല, ഏതോ ഒരു ആൽഗരിതത്തിനുള്ള ഇൻസ്ട്രക്ഷൻ ഫോളോ ചെയ്യാന്ന് മാത്രമേ ഉള്ളൂ. സോ 100 രൂപയിൽ എസെൻഷ്യലി ബൈങ് ചെയ്യുന്നത് ഏതോ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആൽഗരിതമാണ്, കറക്റ്റ്? നൗ ലെറ്റ്സ് സേ ഇവിടെ ബൈ ചെയ്തു ഇവിടെ എത്തിയപ്പോഴേക്ക് 100 കോടി സക്സസ്ഫുള്ളി ഞാൻ വാങ്ങിച്ചു എന്ന് വിചാരിക്കുക. ഇവിടെ 100 കോടി ട്രാൻസാക്ഷൻസ് കംപ്ലീറ്റ് ആയതിനു ശേഷം ഇനി പ്രൈസ് താഴത്തേക്ക് പോയി കഴിഞ്ഞാൽ ഇനി വീണ്ടും ബൗൺസ് ആവോ? ഇനി ഞാൻ ആൽഗരിതം വീണ്ടും ഇവിടുന്ന് ബൈ ചെയ്യോ? ഇല്ല, കാരണം ഞാൻ ബൈങ് ഓൾറെഡി കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു, ഇനി എനിക്ക് ബൈ ചെയ്യേണ്ട ആവശ്യമില്ല. സോ നെക്സ്റ്റ് ടൈം പ്രൈസ് 100 രൂപയിൽ എത്തിക്കഴിഞ്ഞാൽ പ്രൈസ് എന്ത് ചെയ്യും? പ്രൈസ് ഇപ്പം താഴത്തേക്ക് പോകും. ഇതാണ് ബ്രേക്ക് ഔട്ട്. സോ ബ്രേക്ക് ഔട്ട് എസെൻഷ്യലി നടക്കുന്നത് ഇവിടെയുള്ള എല്ലാ സെല്ലിങ്ങും കംപ്ലീറ്റ്ലി അബ്സോർബ് ആയി കഴിഞ്ഞാലാണ് ബ്രേക്ക് ഔട്ട് ഉണ്ടാവുന്നത്. സോ നിങ്ങൾക്ക് പറയാം സപ്പോർട്ട് ലെവൽ എന്തുകൊണ്ടാണ് ക്രിയേറ്റ് ആവുന്നത്, റെസിസ്റ്റൻസ് ലെവൽ ഓബ്വിയസ്ലി ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കുമല്ലോ. അതേപോലെ ബ്രേക്ക് ഔട്ട് എന്തുകൊണ്ടാണ് ക്രിയേറ്റ് ആവുന്നത് നിങ്ങൾക്കറിയാം, റൈറ്റ്? നൗ സോ എസെൻഷ്യലി എല്ലാം നടക്കുന്നത് ആൽഗരിതംസ് ത്രൂ ആണ്. ആൽഗരിതംസ് ആണ് ബൈ ചെയ്യുന്നത്, ആൽഗരിതംസ് ആണ് സെല് ചെയ്യുന്നത്. മെജോറിറ്റി ഓഫ് ദ ട്രാൻസാക്ഷൻസും നടക്കുന്നത് ത്രൂ ഏതൊരു ആൽഗരിതമാണ്, ഇൻസ്റ്റിറ്റ്യൂഷണൽ ആൽഗരിതമാണ്. നൗ നിങ്ങൾ വേറൊരു കാര്യം മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് പറഞ്ഞാൽ പ്രൈസ് ആക്ഷൻ ട്രേഡിംഗ് എന്ന് പറയുന്ന ഒരു സ്ട്രാറ്റജിയുടെ ഒരു സിസ്റ്റം ഉണ്ട്. ഇത് മിക്ക ആൾക്കാർക്കും അറിയായിരിക്കും എന്താണ് ഈ പ്രൈസ് ആക്ഷൻ ട്രേഡിംഗ്. പ്രൈസ് ആക്ഷൻ ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. ഇത്
ലെറ്റ്സ് സേ ഒരു റെസിസ്റ്റൻസ് ലെവൽ ക്രിയേറ്റ് ചെയ്തെന്നിരിക്കാം. റെസിസ്റ്റൻസ് ലെവൽ ക്രിയേറ്റ് ചെയ്തു ഇവിടെ ബ്രേക്ക് ഔട്ടായി. ഒരു പ്രൈസ് ആക്ഷൻ ട്രേഡർ, ഇപ്പം ഞാൻ ഫോളോ ചെയ്യുന്ന സ്ട്രാറ്റജി പ്രൈസ് ആക്ഷൻ ട്രേഡിംഗ് ആണെന്ന് വിചാരിക്കാം. ഞാനൊരു പ്രൈസ് ആക്ഷൻ ട്രേഡർ ആണെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? ഒരു പോയിന്റ് നിന്ന് ബ്രേക്ക് ഔട്ട് ആയി കഴിഞ്ഞാൽ അപ്പം തന്നെ ഞാൻ ബൈ ചെയ്യും. ഞാനിവിടെ ബൈ ചെയ്യും. ഞാൻ സ്റ്റോപ്പ് ലോസ് ഈ സ്വിംഗ് ലോയുടെ താഴെ വെക്കും. എന്നിട്ട് എനിക്ക് വലിയൊരു ടാർഗറ്റ് ഉണ്ടാവും. ഇതാണ് ബേസിക്കലി പ്രൈസ് ആക്ഷൻ ട്രേഡിംഗ്. വളരെ സിമ്പിളാണ്. പ്രൈസ് ആക്ഷൻ ട്രേഡേഴ്സ് എന്താ ചെയ്യുന്നത്? ഒരു റെസിസ്റ്റൻസ് ലെവൽ അല്ലെങ്കിൽ സപ്പോർട്ട് ലെവൽ അല്ലെങ്കിൽ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്യാൻ വെയിറ്റ് ചെയ്യും. ബ്രേക്ക് ചെയ്താൽ ബ്രേക്ക് ചെയ്ത ഡിറക്ഷനിൽ ഞാൻ അവിടെ ബൈ ചെയ്യും. കാരണം ആസ് പെർ ദ ടെക്സ്റ്റ് ബുക്ക് ഡെഫിനേഷൻ ഓഫ് പ്രൈസ് ആക്ഷൻ ട്രേഡിംഗ്, ബ്രേക്ക് ഔട്ടിന് ശേഷം എന്ത് സംഭവിക്കണം? ഐഡിയലി പ്രൈസ് മുകളിലോട്ട് പൊക്കോണ്ടിരിക്കണം. ഇതാണ് പ്രൈസ് ആക്ഷൻ ട്രേഡിംഗ്. പക്ഷേ പ്രൈസ് ആക്ഷൻ ട്രേഡിങ്ങിന് ഒരു ചെറിയൊരു പ്രശ്നമുണ്ട്. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, പ്രൈസ് ഒരു റെസിസ്റ്റൻസ് ലെവൽ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അഗൈൻ 90% റീറ്റെയിൽ ട്രേഡേഴ്സിൻ്റെ അസംഷൻ എന്താണെന്ന് പറഞ്ഞാൽ, ഒരു റെസിസ്റ്റൻസ് അല്ലെങ്കിൽ സപ്പോർട്ട് ലെവൽ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് കണ്ടിന്യൂ ചെയ്യണമെന്നാണ് ആൾക്കാരുടെ വിചാരം, അവരുടെ അസംഷൻ. കാരണം ഇതൊക്കെയാണ് പഠിപ്പിച്ചു കൊടുത്തേക്കുന്നത്. പക്ഷേ ഇതിലൊരു ചെറിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, 7 out of 10 times, അതായത് 10ൽ 7 തവണ ബ്രേക്ക് ഔട്ടിന് ശേഷം പ്രൈസ് റിവേഴ്സ് ആവുകയാണ് ചെയ്യുന്നത്. റൈറ്റ്? പ്രൈസ് റിവേഴ്സ് ആവും. റിവേഴ്സ് ആവുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ? ബ്രേക്ക് ഔട്ടിൽ ഒരാൾ ട്രേഡ് ചെയ്യുവാണെങ്കിൽ അവരുടെ വിൻ റേറ്റ് വെറും 30%. 30% മാത്രമാണ് അവരുടെ വിൻ റേറ്റ്. കാരണം ഇവിടെ ബൈ ചെയ്ത് കഴിഞ്ഞാൽ 70% പ്രാവശ്യം എന്ത് പറ്റും? ഇവരുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആവും. അപ്പം എസെൻഷ്യലി 30% ആണ് ഇവരുടെ വിൻ റേറ്റ്. അപ്പം വളരെ ഒബ്വിയസ് ആയിട്ടുള്ള വേറെ ചോദ്യം എന്താണെന്ന് പറഞ്ഞാൽ, ഇപ്പം ഇൻ റിയാലിറ്റി 7 out of 10 times ബ്രേക്ക് ഔട്ട് ശരിക്കും ഫെയിൽ ആവുന്നുണ്ടെങ്കിൽ ഇവിടെ ബ്രേക്ക് ഔട്ടിൽ ശരിക്കും ബൈ ചെയ്യുവാണോ വേണ്ടത് അതോ സെല്ല് ചെയ്യുകയാണോ വേണ്ടത്? കാരണം ഇത് സ്റ്റാറ്റിസ്റ്റിക്കലി കറക്റ്റ് ആണെങ്കിൽ സെല്ല് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ വിൻ റേറ്റ് ഓട്ടോമാറ്റിക്കലി 70%, 70% ആയി അല്ലേ? കാരണം ബൈ ചെയ്ത് കഴിഞ്ഞാൽ 30% ആണ് വിൻ റേറ്റ് എങ്കിൽ സെൽ ചെയ്ത് കഴിഞ്ഞാൽ ടെക്നിക്കലി നിങ്ങളുടെ വിൻ റേറ്റ് 70% ആയിരിക്കണം. പക്ഷെ അതാണ് റിയാലിറ്റി. ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എപ്പോഴും ബ്രേക്ക് ഔട്ട് ട്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ, ബ്രേക്ക് ഔട്ട് ആയിക്കഴിഞ്ഞാൽ നിങ്ങൾ ബൈ ചെയ്യുന്നതിന് പകരം സെൽ ചെയ്ത് കഴിഞ്ഞാൽ മാജിക്കലി നിങ്ങൾ പ്രോഫിറ്റബിൾ ആവുന്നതാണോ? അതുമല്ല. സോ ഇതിൽ ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ വളരെ ഇൻഡെപ്ത് ആയിട്ട് കുറച്ചധികം കാര്യങ്ങൾ പഠിക്കാനുണ്ട്. സോ ഇതിലിപ്പം നമുക്കറിയാം, ഈ റെസിസ്റ്റൻസ് ക്രിയേറ്റ് ആക്കിയത് രാജു ആണോ? അല്ല, ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് ഇവിടെ ഇരുന്ന് സെല്ല് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ബൈ ഓർഡേഴ്സ് അബ്സോർബ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഓൾറെഡി ഇപ്പം പഠിച്ചു കഴിഞ്ഞു. ഇനിയിപ്പം എന്തുകൊണ്ടാണ് ഈ ഫേക്ക് ഔട്ട്, ഇതിന് ഫേക്ക് ഔട്ട് നാട്ടോ വിളിക്കുന്നത്? ഒരു ബ്രേക്ക് ഔട്ടിന് ശേഷം ആ മൂവ് ഫെയിൽ ആവുന്നതിന് ഫേക്ക് ബ്രേക്ക് ഔട്ട് അഥവാ ഫേക്ക് ഔട്ട് എന്നൊക്കെ പറയും, സ്റ്റോപ്പ് റൺസ് എന്നൊക്കെ പറയും. സോ എന്തുകൊണ്ടാണ് പ്രൈസ് ബ്രേക്ക് ചെയ്തിട്ട് ശരിക്കും താഴേക്ക് പോകുന്നത്? നൗ അത് പഠിക്കണമെങ്കിൽ ഐ എം ഗോയിങ് ടു ഇൻട്രൊഡ്യൂസ് യു ഓൾ ടു സംതിങ് കോൾഡ് ലിക്വിഡിറ്റി എഞ്ചിനീയറിംഗ്. സോ ലിക്വിഡിറ്റി എഞ്ചിനീയറിംഗ് പഠിക്കുന്നതിന് മുമ്പ് നിങ്ങളൊരു റൂൾ പഠിക്കണം. ഈ റൂളാണ് യുവർ റൂൾ നമ്പർ 1 ഫോർ പ്രൈസ് ബിഹേവിയർ. റൂൾ എന്താണെന്ന് വെച്ചാൽ, മാർക്കറ്റ് ഓൾവേസ് മൂവ്സ് ഇൻ സെർച്ച് ഓഫ് liquidity. Market always moves in search of liquidity. അതിൻ്റെ അർത്ഥം എന്താ? നമുക്ക് ലിക്വിഡിറ്റി എന്താണെന്ന് അറിയാം. ലിക്വിഡിറ്റി എന്ന് പറഞ്ഞാൽ പെൻഡിങ് ഓർഡേഴ്സ് ആണെന്ന് അറിയാം. സോ മാർക്കറ്റ് ഓൾവേസ് മൂവ്സ് ഇൻ സെർച്ച് ഓഫ് ലിക്വിഡിറ്റി. എന്തുകൊണ്ടാണ് മാർക്കറ്റ് ലിക്വിഡിറ്റീനെ സെർച്ച് ചെയ്ത് പോകുന്നത്? അത് പഠിക്കണമെങ്കിൽ നമ്മൾക്ക് ലിക്വിഡിറ്റി എഞ്ചിനീയറിംഗ് എന്താണെന്ന് നമുക്ക് ആദ്യം പഠിക്കാം. സോ എസെൻഷ്യലി ലെറ്റ്സ് സേ വീണ്ടും ഒരു റെസിസ്റ്റൻസ് ലെവൽ വരക്കാൻ പോകണമെന്ന് വിചാരിക്കാം. ഇവിടെ ഒരു റെസിസ്റ്റൻസ് ലെവലുണ്ട്, എന്നിട്ട് ഇവിടെ ബ്രേക്ക് ചെയ്തു. സോ ഞാനൊരു പ്രൈസ് ആക്ഷൻ ട്രേഡർ ആണെങ്കിൽ ഞാനെന്താ ചെയ്യുന്നത്? ഞാനിവിടെ ബൈ ചെയ്യുന്നു, ഞാനിവിടെ സ്റ്റോപ്പ് ലോസ് വെക്കുന്നു, ഞാനിവിടെ ടാർഗറ്റ് വെക്കുന്നു. കറക്റ്റ്? സോ ലെറ്റ്സ് സേ ഞാനിവിടെ 100 ക്വാണ്ടിറ്റിയാണ് ബൈ ചെയ്തത്. 100 ക്വാണ്ടിറ്റിയാണ് ബൈ ചെയ്തതെങ്കിൽ ഞാൻ സ്റ്റോപ്പ് ലോസ് വെക്കാൻ പോകുന്നതും ഒബ്വിയസ്ലി 100 ക്വാണ്ടിറ്റി ആയിരിക്കത്തില്ലേ? സോ ഞാനിവിടെ ഒരു സ്റ്റോപ്പ് ലോസ് വെച്ചു. സ്റ്റോപ്പ് ലോസ് എന്ന് പറഞ്ഞാൽ സെൽ ഓർഡർ ആയിരിക്കും. സെൽ ഓർഡർ 100 ക്വാണ്ടിറ്റി തന്നെയായിരിക്കും, കാരണം ഞാൻ 100 ക്വാണ്ടിറ്റിയാണ് ബൈ ചെയ്തത്. ഇപ്പം ഞാൻ കറൻ്റ്ലി പ്രോഫിറ്റബിൾ ആണ്, കാരണം എൻ്റെ എൻട്രി ഇവിടെയാണ്. പ്രൈസ് ഓൾറെഡി ഇവിടെ എത്തി. സോ കറൻ്റ്ലി ഞാനിപ്പം പ്രോഫിറ്റിലാണ്.
സോ ഈ ബൈ ഓർഡർ ഓൾറെഡി എക്സിക്യൂട്ടഡ് ആയി കഴിഞ്ഞു അല്ലേ, ഈ ബൈ ഓർഡർ ഓൾറെഡി എക്സിക്യൂട്ടഡ് ആയി, അതുകൊണ്ടാണ് പ്രൈസ് മുകളിലെത്തി ഞാൻ പ്രോഫിറ്റിലായി നിൽക്കുന്നത്. ഈ സെൽ ഓർഡർ ഓൾറെഡി എക്സിക്യൂട്ട് ആയോ? ഇല്ല, റൈറ്റ്. ഈ സെൽ ഓർഡർ അവിടെ പെൻഡിങ് ആയിട്ട് കിടക്കുക, റൈറ്റ്. ഈ സെൽ ഓർഡർ ഒരു പെൻഡിങ് ഓർഡറാണ്. ഈ പെൻഡിങ് ഓർഡർ എക്സിക്യൂട്ടഡ് ആവണമെങ്കിൽ എന്ത് സംഭവിക്കണം? പ്രൈസ് താഴെ വന്ന് എൻ്റെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഈ പെൻഡിങ് ഓർഡർ എക്സിക്യൂട്ടഡ് ആവത്തുള്ളൂ. ഈ ബൈ ഓർഡർ ഓൾറെഡി എക്സിക്യൂട്ട് ആയി, കാരണം പ്രൈസ് അവിടെ വന്നു, പ്രൈസ് ഇവിടെ മുകളിലേക്ക് പോയി. സോ ഇത് ഓൾറെഡി എക്സിക്യൂട്ടഡ് ആണ്. എൻ്റെ സ്റ്റോപ്പ് ലോസ് ഓർഡർ പെൻഡിങ് ഓർഡർ ആയിട്ട് അവിടെ ഇങ്ങനെ കിടക്കുക. സോ ഇത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, ഞാൻ മാത്രമാണോ ഈ ബ്രേക്ക് ഔട്ട് ട്രേഡ് ചെയ്യുന്നത്? അല്ല, എല്ലാ 90% റീറ്റെയിൽ ട്രേഡേഴ്സ് ബ്രേക്ക് ഔട്ട്സ് അല്ലെങ്കിൽ പ്രൈസ് ആക്ഷൻ ട്രേഡ് ചെയ്യുന്നു. ഒരുവിധം എല്ലാവരും ട്രേഡ് ചെയ്യാൻ പോകുന്നത് ഈ ബ്രേക്ക് ഔട്ടിലായിരിക്കും. സോ ഈ ബ്രേക്ക് ഔട്ടിൽ വെറും 100 പേര് മാത്രമല്ല വന്നേക്കുന്നത്. ഈ ബ്രേക്ക് ഔട്ടിൽ ലെറ്റ്സ് സേ ഓൾമോസ്റ്റ് ഒരു 100,000 ക്വാണ്ടിറ്റീസ് ബൈ ആയിട്ടുണ്ടാവും. സോ 100 ആയിരിക്കത്തില്ല, 100,000 ആയിരിക്കും. ദാറ്റ് മീൻസ് ഈ സ്റ്റോപ്പ് ലോസ് ഓർഡറും 100 ആയിരിക്കത്തില്ല. ഈ സ്റ്റോപ്പ് ലോസ്, അതായത് കറക്റ്റ് ഇവിടെ ഉണ്ടാകാൻ പോകുന്നത് ചിലപ്പം 100,000 സ്റ്റോപ്പ് ലോസ് ഓർഡേഴ്സ് ആയിരിക്കും. 100,000 സ്റ്റോപ്പ് ലോസ് ഓർഡേഴ്സ് ആയിരിക്കും, സെൽ ഓർഡേഴ്സ് ആയിരിക്കും, റൈറ്റ്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, ഈ 100,000 സ്റ്റോപ്പ് ലോസ് ഓർഡേഴ്സും അത് കുറേ ഓർഡേഴ്സ് ആണല്ലേ, അത് കുറേ ഓർഡേഴ്സ് ആണ്. ഇവിടെ കുറേ ഇഷ്ടം പോലെ 100,000 ഓർഡേഴ്സ് അവിടെ ഇങ്ങനെ കിടക്കുക. ആസ് വാട്ട്? ആസ് പെൻഡിങ് ഓർഡേഴ്സ്. ആസ് പെൻഡിങ് ഓർഡേഴ്സ്. നമുക്കറിയാം പെൻഡിങ് ഓർഡേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? പെൻഡിങ് ഓർഡേഴ്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നത്തിങ് ബട്ട് ലിക്വിഡിറ്റി. ലിക്വിഡിറ്റി എന്ന് പറഞ്ഞാൽ പെൻഡിങ് ഓർഡേഴ്സ് ഇൻ ദ മാർക്കറ്റാണ്. സോ നമ്മൾ ഓൾറെഡി റൂൾ നമ്പർ 1 എന്താ പഠിച്ചേക്കുന്നത്? മാർക്കറ്റ് ഓൾവേസ് മൂവ്സ് ഇൻ സെർച്ച് ഓഫ് ലിക്വിഡിറ്റി. സോ ഇവിടെ അത്രയും അധികം ലിക്വിഡിറ്റി ഉണ്ടെങ്കിൽ ഈ ബ്രേക്ക് ഔട്ടിന് ശേഷം മാർക്കറ്റ് എങ്ങോട്ടേക്കാണ് പോകേണ്ടത്? മുകളിലേക്കാണോ താഴത്തേക്കാണോ? ടു ദ നെക്സ്റ്റ് അവൈലബിൾ പൂൾ ഓഫ് ലിക്വിഡിറ്റി. എവിടെയാണ് ഏറ്റവും അധികം ലിക്വിഡിറ്റി ഉള്ളത്? ഇവിടെയാണ്, ഇൻ ദ ഫോം ഓഫ് സ്റ്റോപ്പ് ലോസ് ഓർഡേഴ്സ് അല്ലേ. സ്റ്റോപ്പ് ലോസ് ഓർഡേഴ്സ് ആയിട്ട് ഇവിടെ ഇങ്ങനെ കിടക്കുക, കുറേ അധികം, എത്ര 100,000 സ്റ്റോപ്പ് ലോസ് ഓർഡേഴ്സ് ഇങ്ങനെ കിടക്കുക. അപ്പം ബ്രേക്ക് ഔട്ടിന് ശേഷം മാർക്കറ്റ് ഇതേ താഴത്തേക്ക് വന്ന് ഈ സ്റ്റോപ്പ് ലോസ് ഒക്കെ അബ്സോർബ് ചെയ്യും. സോ അതുകൊണ്ടാണ് 7 out of 10 times ബ്രേക്ക്ഔട്ട്സ് ഫെയിൽ ആവുന്നത്. നൗ ഇത് ഈ ഒരു റീസൺ മാത്രമല്ല 7 out of 10 times ബ്രേക്ക്ഔട്ട്സ് ഫെയിൽ ആവുന്നത്. കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. ഹോപ്പ്ഫുള്ളി നിങ്ങൾക്ക് ഈ ഒരു കോൺസെപ്റ്റ് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതായത് ബ്രേക്ക്ഔട്ടിൽ ബൈ ചെയ്യുമ്പം എല്ലാവരും സ്റ്റോപ്പ് ലോസ് വെക്കും. അതായത് ബൈ ചെയ്യുന്ന ഓർഡർ ഓൾറെഡി എക്സിക്യൂട്ടഡ് ആവാത്ത പെൻഡിങ് ഓർഡർ എന്ന് പറയുന്നത് സ്റ്റോപ്പ് ലോസ് ഓർഡേഴ്സ് ആണ്. അപ്പോൾ സ്റ്റോപ്പ് ലോസ് ഓർഡേഴ്സ് അധികം ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഇവിടെ കുറേ അധികം ലിക്വിഡിറ്റി ഉണ്ട് എന്നാണ്. And we know that rule number 1 of price behavior എന്താ? മാർക്കറ്റ് ഓൾവേസ് മൂവ്സ് ഇൻ സെർച്ച് ഓഫ് ലിക്വിഡിറ്റി. അപ്പം അടുത്ത അവൈലബിൾ ലിക്വിഡിറ്റി എവിടെയാണ്? ബ്രേക്ക് ഔട്ടിന് ശേഷം താഴെയാണ്. അപ്പം പ്രൈസ് താഴത്തേക്കാണ് പോകുന്നത്. അപ്പം ബ്രേക്ക് ഔട്ടിൽ ഇവിടെ ബൈ ചെയ്ത് കഴിഞ്ഞാൽ മുകളിലേക്ക് പോകണമെങ്കിൽ മുകളിലെ ലിക്വിഡിറ്റി ഉണ്ടാവണം. അത് ചാൻസ് വളരെ കുറവാണ്, അൺലെസ് ലിക്വിഡിറ്റിനെ പറ്റി നിങ്ങൾക്ക് നല്ല അറിവുണ്ടെന്നുണ്ടെങ്കിൽ. സോ എസെൻഷ്യലി പ്രൈസ് ബ്രേക്ക് ഔട്ടിന് ശേഷം മോസ്റ്റ്ലി താഴത്തേക്ക് പോയി ലിക്വിഡിറ്റി അബ്സോർബ് ചെയ്യാനാണ് ചാൻസ് കൂടുതൽ. സോ ഇനി ഞാൻ ലിക്വിഡിറ്റി എഞ്ചിനീയറിംഗ് എന്താണെന്ന് പഠിപ്പിക്കാം. ലിക്വിഡിറ്റി എഞ്ചിനീയറിംഗ് അഥവാ പ്രൈസ് ഇൻഡ്യൂസ്മെൻറ്റ്, അല്ലെങ്കിൽ വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ മാനിപ്പുലേഷൻസ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ അല്ലെ? ഹർഷദ് മേത്ത സ്റ്റോക്ക് മാർക്കറ്റ് മാനിപ്പുലേറ്റ് ചെയ്യുന്നു, അങ്ങനെയൊക്കെ ബിറ്റ് കോയിൻ മാനിപ്പുലേഷൻ, റഗ് പുൾ, അതൊക്കെ, റൈറ്റ്? സോ എന്താണ് ശരിക്കും ലിക്വിഡിറ്റി എഞ്ചിനീയറിംഗ്, എന്താണ് പ്രൈസ് ഇൻഡ്യൂസ്മെൻറ്റ്, എന്താണ് മാനിപ്പുലേഷൻ? അത് നിങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ലെറ്റ്സ് സേ ഇത് ബിറ്റ് കോയിൻ്റെ ചാർട്ടാണെന്ന് അസ്യൂം ചെയ്യുക. ഇത് ബിറ്റ് കോയിൻ്റെ ചാർട്ടാണ്. സോ ഞാനൊരു ഇൻസ്റ്റിറ്റ്യൂഷനാണെന്ന് അസ്യൂം ചെയ്യുക. ഞാനൊരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്. എൻ്റെ ട്രേഡിംഗ് പ്ലാൻ, എൻ്റെ ഇന്നത്തെ ട്രേഡിംഗ് പ്ലാൻ, ബിറ്റ് കോയിനിലെ ട്രേഡിംഗ് പ്ലാൻ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്ക് $100,000 ബിറ്റ് കോയിൻ സെല് ചെയ്യണം. ഇതാണ് എൻ്റെ ട്രേഡിംഗ് പ്ലാൻ, റൈറ്റ്? $100,000 വർത്ത് ഓഫ് ബിറ്റ് കോയിൻ എനിക്ക് സെല് ചെയ്യണം. നമുക്ക് ഓൾറെഡി അറിയാം, ഫോർ എവറി ബയർ ദർ ഹാസ് ടു ബി എ സെല്ലർ. സോ എനിക്ക് $100,000 സെല് ചെയ്യണമെങ്കിൽ എനിക്ക് എൻ്റെ റിക്വയർമെൻറ്റ് എന്താ? എനിക്ക് 100,000 ബയേഴ്സ് വേണം അല്ലേ? എനിക്ക് സെല് ചെയ്യണമെങ്കിൽ എനിക്ക് ബയേഴ്സ് വേണം. 100,000 ബയേഴ്സിൻ്റെ ലിക്വിഡിറ്റി വേണം. പക്ഷേ ലെറ്റ്സ് സേ ഇവിടെ ചിലപ്പം 1000 ബയേഴ്സ് ലിക്വിഡിറ്റി, ഇവിടെ 2000 ബയേഴ്സ് ലിക്വിഡിറ്റി, ഇവിടെ 3000 ബയേഴ്സ്, 3K ബയേഴ്സ് ലിക്വിഡിറ്റി, ഇവിടെ വീണ്ടും 1K ബയേഴ്സ് ലിക്വിഡിറ്റി, ഇവിടെ വീണ്ടും 2K ബയേഴ്സ് ലിക്വിഡിറ്റി, ഇവിടെ വീണ്ടും 1.5K ബയേഴ്സ് ലിക്വിഡിറ്റി മാത്രമേ ഉള്ളൂ എന്നായിരിക്കും.
എനിക്ക് ഇത്രയും ബയേഴ്സ് ലിക്വിഡിറ്റി വെച്ച് എനിക്ക് എൻ്റെ സെൽ ഓർഡർ പ്ലേസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. എനിക്ക് ഇതിനേക്കാളും വളരെയധികം ബൈ ഓർഡേഴ്സ് വേണം, ബയേഴ്സ് ലിക്വിഡിറ്റി വേണം. അപ്പം ഞാൻ എന്ത് ചെയ്യും? അപ്പം ഞാൻ ലിക്വിഡിറ്റി എൻജിനീയറിങ് ചെയ്യും. എൻ്റെ ആൽഗരിതം എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു ഫേക്ക് പാറ്റേൺ ക്രിയേറ്റ് ചെയ്യും. ഇങ്ങനൊരു ഫേക്ക് പാറ്റേൺ ക്രിയേറ്റ് ചെയ്ത് ഇങ്ങനൊരു ഫേക്ക് ബ്രേക്കൗട്ട്, അതായത് ഒരു ബ്രേക്കൗട്ട് പോലുള്ളൊരു മൂവ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്യും. ഇങ്ങനൊരു മൂവ് ക്രിയേറ്റ് ചെയ്യും. എന്തിനാ ഇങ്ങനൊരു മൂവ് ക്രിയേറ്റ് ചെയ്യുന്നത്? കാരണം നമുക്കറിയാം 90% റീറ്റെയിൽ ട്രേഡേഴ്സും ട്രേഡ് ചെയ്യുന്നത് ബ്രേക്കൗട്ട്സാണ്. അപ്പം ബ്രേക്കൗട്ട് ട്രേഡ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഈ ബ്രേക്കൗട്ട് വാച്ച് ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ടാവും ബിറ്റ് കോയിനിൽ ഇവിടെ ബൈ ചെയ്യാൻ കാത്തുനിൽക്കുന്നത്. കാരണം ഇവിടെ ഒരു ബ്രേക്കൗട്ട് ആയി കഴിഞ്ഞാൽ ഇവരുടെ വിചാരം എന്താ? ബ്രേക്കൗട്ട് ആയി കഴിഞ്ഞാൽ പ്രൈസ് മുകളിലേക്ക് പോകുന്നതാണ് ആൾക്കാരുടെ അസംഷൻ. അപ്പം ആൾക്കാരൊക്കെ ഇവിടെ ബൈ ചെയ്യാൻ തുടങ്ങും, റൈറ്റ്? സോ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്താ ചെയ്യുന്നത്? ഒരു ഫേക്ക് ബ്രേക്കൗട്ട് ഇൻഡ്യൂസ് ചെയ്യും, ഒരു മൂവ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്യും. സോ ദാറ്റ് കുറേ ആൾക്കാർ ഇവിടെ ബൈ ചെയ്യാൻ തുടങ്ങും. ബൈ ചെയ്യും എസ്യൂമിങ് പ്രൈസ് ബ്രേക്കൗട്ട് ആയി, ഇനി പ്രൈസ് മുകളിലേക്ക് പോകാൻ പോകുന്നുള്ള അസംഷനിൽ ഇവിടെ കുറേ ആൾക്കാർ ബൈ ചെയ്യാൻ തുടങ്ങും. കുറേ ആൾക്കാർ ബൈ ചെയ്യാൻ തുടങ്ങുമ്പം ഇപ്പം എനിക്ക് ലിക്വിഡിറ്റി ആയോ? എന്താ പറയുന്നത്? എനിക്ക് $100,000 സെല് ചെയ്യണമെങ്കിൽ എനിക്ക് $100,000 ബൈ ചെയ്യുന്ന ആൾക്കാർ വേണം. ആൾക്കാർ വന്നു, ബയേഴ്സിൻ്റെ ലിക്വിഡിറ്റി ഇവിടെ വന്നു. എങ്ങനെ? ഒരു ഫേക്ക് ബ്രേക്കൗട്ട് ക്രിയേറ്റ് ചെയ്തപ്പോൾ നൗ ഐ ഹാവ് $100,000 വർത്ത് ഓഫ് ബയേഴ്സ് ലിക്വിഡിറ്റി. അപ്പം ഇവിടെ ഈ റീറ്റെയിൽ ട്രേഡേഴ്സൊക്കെ ബൈ ചെയ്യുമ്പം ആരാ ഇവർക്ക് സെല് ചെയ്ത് കൊടുക്കുന്നത്? ഇൻസ്റ്റിറ്റ്യൂഷനാണ് സെല് ചെയ്ത് കൊടുക്കുന്നത്. സോ റീറ്റെയിൽ ട്രേഡേഴ്സ് എന്ത് ചെയ്യും? റീറ്റെയിൽ ട്രേഡേഴ്സ് ഇവിടെ വാങ്ങും എക്സ്പെക്ട് ചെയ്യുന്നത് പ്രൈസ് മുകളിലേക്ക് പോകാനാണ്. സോ റീറ്റെയിൽ ട്രേഡേഴ്സ് എല്ലാം ബൈ ചെയ്യുമ്പം ആരാ ഇവർക്ക് സെല് ചെയ്യുന്നത്? ശരിക്കും ഇൻസ്റ്റിറ്റ്യൂഷനാണ് ഇവർക്ക് സെല് ചെയ്യുന്നത്. അപ്പം എന്ത് സംഭവിക്കും? റീറ്റെയിൽ ട്രേഡേഴ്സ് ഇവിടെ ബൈ ചെയ്യും, റീറ്റെയിൽ ട്രേഡേഴ്സ് ഇവിടെ സ്റ്റോപ്പ് ലോസ് വെക്കും. നമുക്കറിയാം മാർക്കറ്റ് മൂവ്സ് ഇൻ സെർച്ച് ഓഫ് ലിക്വിഡിറ്റി. അപ്പോൾ എന്ത് സംഭവിക്കും? പ്രൈസ് താഴോട്ടേക്ക് പോയി ഈ റീറ്റെയിൽ സ്റ്റോപ്പ് ലോസ് ഒക്കെ അബ്സോർബ് ചെയ്യും. സോ ഈ ഒരു സിനാരിയോയിൽ ആരാ ശരിക്കും പൈസ ഉണ്ടാക്കിയിരിക്കുന്നത്? ഇവിടെ ബ്രേക്കൗട്ടിൽ വാങ്ങിയ റീറ്റെയിലർ ആണോ അതോ ബ്രേക്കൗട്ടിൽ സെല് ചെയ്ത് ഇൻസ്റ്റിറ്റ്യൂഷനാണോ പൈസ ഉണ്ടാക്കിയിരിക്കുന്നത്? ഓബ്വിയസ്ലി ഇവിടെ ബ്രേക്കൗട്ടിൽ സെല് ചെയ്ത് ഇൻസ്റ്റിറ്റ്യൂഷനാണ് പൈസ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പം നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ റീറ്റെയിൽ ട്രേഡേഴ്സിനെ മിക്ക ഇൻസ്റ്റിറ്റ്യൂഷൻസും കിട്ടുന്ന ചാൻസിലൊക്കെ മാനിപ്പുലേറ്റ് ചെയ്യാൻ ശ്രമിക്കും. നമ്മൾ എന്ന് പറയുന്നത്, റീറ്റെയിൽ ട്രേഡേഴ്സ് എന്ന് പറയുന്നത് ഇൻസ്റ്റിറ്റ്യൂഷൻസിന് വെറും ലിക്വിഡിറ്റി മാത്രമാണ്. നൗ ഇതും വളരെ ബേസിക് ആയിട്ടുള്ള എക്സാമ്പിളാണ്. എസെൻഷ്യലി ഇതൊരു റീറ്റെയിൽ വേഴ്സസ് ഇൻസ്റ്റിറ്റ്യൂഷൻ ബാറ്റിൽ അല്ല. കറക്റ്റ് ആണ്, റീറ്റെയിൽ ലിക്വിഡിറ്റി മാർക്കറ്റ് അബ്സോർബ് ചെയ്യാൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അഡ്വാൻറ്റേജ് എടുത്ത് നമ്മളെ മാനിപ്പുലേറ്റ് ചെയ്ത് നമ്മളെ സ്റ്റോപ്പ് ലോസ് അബ്സോർബ് ചെയ്ത് നമ്മളെ സ്റ്റോപ്പ് ലോസ് അടുപ്പിച്ച് അവർക്ക് ലിക്വിഡിറ്റി ഉണ്ടാക്കാൻ അവർ ശ്രമിക്കും. പക്ഷേ ആക്ച്വൽ ബാറ്റിൽ ഇൻസ്റ്റിറ്റ്യൂഷൻ വേഴ്സസ് റീറ്റെയിലർ അല്ല. ആക്ച്വൽ ബാറ്റിൽ എന്ന് പറയുന്നത് ഇൻസ്റ്റിറ്റ്യൂഷൻസ് വേഴ്സസ് വേറെ ഇൻസ്റ്റിറ്റ്യൂഷൻസാണ്. ഇൻസ്റ്റിറ്റ്യൂഷൻസ് വേറെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയിട്ട് ബാറ്റിൽ ചെയ്തിട്ടാണ് ഇവർ പൈസ ഉണ്ടാക്കുന്നത്. സോ ആ ബാറ്റിൽ എങ്ങനെയാണ് നടക്കുന്നത്? ആ ബാറ്റിൽ എങ്ങനെ മനസ്സിലാക്കാം? ആരാ ഈ ബാറ്റിൽ ജയിക്കാൻ പോകുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സോ നിങ്ങളിപ്പം വിചാരിക്കും, റീറ്റെയിൽ ട്രേഡേഴ്സ് ചെയ്യുന്ന മിക്ക സാധനങ്ങളും ഈ ആൽഗരിതംസ് ഒക്കെ അഡ്വാൻറ്റേജ് എടുക്കും. കാരണം വളരെ ഓബ്വിയസ് ആയിട്ട് നമുക്കറിയാം ഈ വലിയ വലിയ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ അവർ ബിൽഡ് ചെയ്തേക്കുന്ന ആൽഗരിതം എന്ന് പറയുന്നത് അവർ ബില്യൺസ് ഓഫ് ഡോളേഴ്സ് ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് വലിയ വലിയ ഈ ട്രേഡിങ് ആൽഗരിതംസ് ഉണ്ടാക്കുന്നത്. ഇത്രയും സ്മാർട്ടായിട്ടുള്ള ആൽഗരിതംസിന് ബീറ്റ് ചെയ്യാൻ നമ്മൾ റീറ്റെയിൽ ട്രേഡേഴ്സ് ഇതേപോലെ കുറച്ച് വരയും ഇങ്ങനെ കുറച്ച് ലെവലൊക്കെ വരച്ച് ബ്രേക്കൗട്ട് ചെയ്താൽ നമുക്ക് പറ്റുന്നത് തോന്നുന്നുണ്ടോ? ഇറ്റ്സ് നോട്ട് പോസിബിൾ, റൈറ്റ്? സോ നമ്മൾ ബ്രേക്കൗട്ട്സ് അല്ല ട്രേഡ് ചെയ്യേണ്ടത്. ബ്രേക്കൗട്ട്സ് ട്രേഡ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും എങ്ങനെയാണ് ബ്രേക്കൗട്ട് ട്രേഡ് ചെയ്യേണ്ടത്, എവിടെ ഏത് പൊസിഷനിലാണ് ട്രേഡ് ചെയ്യേണ്ടത് നമുക്ക് മനസ്സിലാക്കണം. സോ എസെൻഷ്യലി നമ്മളപ്പം കൺഫ്യൂസ്ഡ് ആണ്, റൈറ്റ്? ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ ബിൽഡ് ചെയ്തേക്കുന്ന ആൽഗരിതംസ് നമ്മൾ റീറ്റെയിൽ ട്രേഡേഴ്സിനെ മാനിപ്പുലേറ്റ് ചെയ്യാനാണെന്നെങ്കിൽ നമ്മളെങ്ങനെയാണ് പൈസ ഉണ്ടാക്കുന്നത്? നമ്മളെങ്ങനെ ട്രേഡ് ചെയ്ത് പൈസ ഉണ്ടാക്കുക? ഒരു വഴി മാത്രമേ ഉള്ളൂ. ഒരു വഴി എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എവിടെയാണ് ബൈ ചെയ്യുന്നതെന്ന് നമ്മൾക്ക് മനസ്സിലാക്കാൻ പറ്റണം. ഇൻസ്റ്റിറ്റ്യൂഷൻസ് ബൈ ചെയ്യുന്ന സ്ഥലത്ത് നമ്മൾ എന്ത് ചെയ്യും? നമ്മളും ബൈ ചെയ്യും. ഇൻസ്റ്റിറ്റ്യൂഷൻ എവിടെയാണോ സെല് ചെയ്യുന്നത് അവിടെ നമ്മൾ സെല് ചെയ്യും. ഇത് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ, റൈറ്റ്? സോ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ബൈ ചെയ്യുമ്പം നമ്മളവിടെ ബൈ ചെയ്യണം, ഇൻസ്റ്റിറ്റ്യൂഷൻസ് സെല് ചെയ്യുമ്പം നമ്മളവിടെ സെല് ചെയ്യണം. സോ എസെൻഷ്യലി നമുക്കിപ്പം ലിക്വിഡിറ്റി എന്താണെന്ന് അറിയാം, ലിക്വിഡിറ്റി എഞ്ചിനീയറിംഗ് എന്താണെന്ന് അറിയാം.
ഇൻസ്റ്റിറ്റ്യൂഷൻസ് എങ്ങനെയാണ് റീറ്റെയിൽസിനെ മാനിപ്പുലേറ്റ് ചെയ്യുന്നത് നമുക്കറിയാം. സോ നമ്മളിനി പഠിക്കാൻ പോകുന്നത് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എവിടെയാണ് എക്യുമുലേറ്റ് ചെയ്യുന്നത്, ഇൻസ്റ്റിറ്റ്യൂഷൻസ് എവിടെയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്, ഇതെങ്ങനെ നമുക്ക് പഠിക്കാം, എങ്ങനെ നമ്മൾക്ക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ബൈ ചെയ്യാം, ഇൻസ്റ്റിറ്റ്യൂഷൻസ് സെല് ചെയ്യാം എന്നാണ് നമ്മൾ കമ്മിങ് വീഡിയോസിൽ പഠിക്കാൻ പോകുന്നത്. സോ മേക്ക് ഷുവർ യു സബ്സ്ക്രൈബ് ടു കോയിൻ സ്വിച്ച് മലയാളം. അടുത്ത വീഡിയോ വളരെ സൂൺ വരുന്നതായിരിക്കും. ചിയേഴ്സ്.